മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യാതൊരു തരത്തിലുള്ള വിവേചനവും പൗരത്വവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ നിലകൊള്ളുന്നത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി പൗരത്വത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുക, മതരാഷ്ട്രവാദം, ആ നിലപാടാണ് ഇത് മുന്നോട്ടേക്ക് വെക്കുന്നത്. അപ്പോൾ മതനിരപേക്ഷത തകർക്കപ്പെടുന്നു എന്നതാണ് ഇതിലൂടെ സംഭവിക്കുന്ന ഏറ്റവും ഗൌരവതരമായ പ്രശ്നം. ഞാൻ എന്ന് പറഞ്ഞില്ല, അവർക്ക് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയാണ് ഞാൻ ചോദ്യം ചെയ്തത്. സത്യസന്ധമായിട്ടാണ് അവരത് സമീപിക്കുന്നത്. ഉണ്ടെങ്കിൽ ഈ 5 കൊല്ലമായിട്ട് എന്തുകൊണ്ട് ഈ കേസുകൾ പിൻവലിച്ചില്ല എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറയണം. മുഖ്യമന്ത്രി വാക്കുകൊടുത്താണ് ശബരിമല പ്രക്ഷോഭണത്തിലെ കേസുകളും ഈ കേസുകളും പിൻവലിക്കുമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ കേസുകൾ പിൻവലിച്ചില്ല? ഞങ്ങൾ നിരന്തരം ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക, മറന്നുപോയതൊന്നുമല്ല, ഞങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ കേസുകൾ പിൻവലിച്ചില്ല, എന്നിട്ട് ഞങ്ങൾ പ്രക്ഷോഭണം നടത്തും, സമരം നടത്തും എന്ന് പറഞ്ഞിട്ട് എന്ത് അർത്ഥമാണ് അതിൻ്റെ അകത്തുള്ളത്? ഞങ്ങളതിന്റെ ആത്മാർത്ഥതയാണ് ചോദ്യം ചെയ്തത്. ഇന്ന് കോടതി ഫയൽ ചെയ്തു. അപ്പോൾ സമയം കളയണ്ടെന്ന് വിചാരിച്ചു. സംസ്ഥാന ഗവൺമെന്റുകൾ അങ്ങനെ പറയുന്ന കാര്യം നല്ല തന്നെ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റുകളെ മറികടന്നുകൊണ്ടുള്ള സമിതിയാണുള്ളത്. എല്ലാ വസ്തുതയും മനസ്സിലാക്കിയിട്ടും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും പാവപ്പെട്ട ആളുകളെ വഞ്ചിക്കുകയാണ്, കബളിപ്പിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടുമോ എന്നാണ് ഇരു മുന്നണികളും പരിശ്രമിക്കുന്നത്. നമസ്കാരം. അയോധ്യ കൊണ്ട് മതിയായില്ല ബിജെപിക്ക്. വോട്ട് പിടിക്കാൻ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ CAA വിജ്ഞാപനം ഇറക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ കണ്ണല്ലാതെ മറ്റൊന്നുമല്ല. പ്രതിഷേധവുമായി കൊടി പിടിക്കാനെന്നതിൽ മത്സരിക്കുകയാണ്. ഒപ്പം പരസ്പരം ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തുകൊണ്ട് ചെളി വാരിയെറിയുകയും ചെയ്യുന്നത് തുടരുന്നു. കേരളത്തിൽ CAA പ്രക്ഷോഭകർക്കെതിരെ പിണറായി സർക്കാർ എടുത്ത കേസുകൾ എന്തുകൊണ്ട് പിൻവലിക്കുന്നില്ലെന്ന് UDF ചോദിക്കുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത കോൺഗ്രസ് ലീഗിനെ പോലും വഞ്ചിച്ച് ഇതുവരെ നിയമ ഭേദഗതിക്കെതിരെ ശബ്ദമുയർത്തിയിട്ടില്ല എന്ന് CPM തിരിച്ചടിക്കുന്നു. സ്റ്റേ കിട്ടാനായി ലീഗും DYFI സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കോ പൗരത്വം? പ്രതിഷേധത്തിലെങ്കിലും ഒരുമിക്കുമോ കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും? പരിശോധിക്കുന്നു പ്രവാസ ലോകത്ത് നിന്നും ഗൾഫ് 18. നമസ്കാരം. ഇൻഗാസ് ഭാരവാഹി കോൺഗ്രസിന്റെ സഹയാത്രികൻ അഡ്വക്കേറ്റ് സന്തോഷ് നായർ, ഒപ്പം BJP NRI സെൽ ഭാരവാഹി രമേശ് മാണിക്കോത്ത്, ഇടത് നിരീക്ഷകൻ അനിൽകുമാർ എന്നിവർ ചേരുന്നു പ്രവാസ ലോകത്തെ പാനലിസ്റ്റുകളായിട്ട്. ആദ്യം BJP സഹയാത്രികൻ ശ്രീ രമേശ് മാണിക്കോത്ത്, തെരഞ്ഞെടുപ്പിന് 24 മണിക്കൂർ മുൻപ് ഒരു വിജ്ഞാപനം CAA പുറത്തിറക്കുക വലിയ രീതിയിലേക്ക് ഒരു പ്രതിഷേധത്തിലേക്ക് രാജ്യമെമ്പാടുമുള്ള സംസ്ഥാനങ്ങളെ പലയിടങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങളുടെ വാർത്തകൾ വരികയാണ്. ആ പ്രതിഷേധത്തിലേക്കൊക്കെ കൊണ്ടെത്തുക, മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുന്നത് എന്നുള്ള വിമർശനം ശരിയാണ് എന്ന് പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കുക. പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഇന്ത്യക്കാർക്ക് പോലും അഭിമതമല്ലാത്ത കാര്യങ്ങളല്ലേ ഇവിടെ സംഭവിക്കുന്നത്? ഏത് തരത്തിൽ ആ രാജ്യങ്ങളൊക്കെ ഇത് നിരീക്ഷിക്കും? നമസ്തേ. ഇതില് നിങ്ങളുടെ ഇൻട്രോ തന്നെ ഞാൻ അതിന് എതിരാണ്. നമ്മൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇറക്കിയതാണെന്നുള്ളത് അത് തന്നെ തെറ്റാണെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇത് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് മതപരമായ ഭിന്നിപ്പുണ്ടാക്കി വോട്ട് നേടുക എന്നുള്ളത് അത് ഈ രാജ്യത്തെ ഇടത് വലത് കക്ഷികൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊപ്പഗൻഡയാണ്. അതിൽ മാധ്യമങ്ങളും വീണു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. സത്യത്തിൽ ഇത് ഒരു മതപരമായ വിഷയമേ അല്ല. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു വിഷയമാണ്. ഒരു രാജ്യത്തിന്റെ ഒരു അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഏത് രാജ്യത്തിനായാലും, ഒരു കുടുംബത്തിനായാലും ഒരു രാജ്യത്തിനായാലും അതിൻ്റെതായ ഒരു രീതികൾ ഉണ്ടാവണം, ഒരു നിയമങ്ങൾ ഉണ്ടാവണം. ഈ രാജ്യത്ത് ആർക്കും വരാം, എന്തും ചെയ്യാം, എങ്ങനെ വരാം, ബോട്ടിൽ വരാം, ട്രെയിനിൽ വരാം, എന്തും കാണിക്കാം ഇവിടെ എന്നുള്ളൊരു അവസ്ഥ മാറണം. കഴിഞ്ഞ 10-60 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥക്ക് ഒരു മാറ്റം ഉണ്ടാകണം. ഇത് ഒരു മതവിഭാഗത്തിനും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനും എതിരല്ല. പക്ഷേ ഇവിടെയുള്ള മറ്റ് ഇടത് വലത് മുന്നണികൾ, പ്രത്യേകിച്ച് ഇടത് മുന്നണി ഇതിന് മുന്നിൽ നിൽക്കുന്നത്, അതിന് ചുക്കാൻ പിടിക്കാൻ കോൺഗ്രസും പോവുകയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ള പരാജയം. എന്ന് ഇവരുമായിട്ട് കൂട്ടുകൂടിയോ അന്ന് തുടങ്ങിയിരിക്കുന്ന ഇവരെ പരാജയം.
അതല്ല ഇവിടുത്തെ വിഷയം. അപ്പോ ഇതിനെ ഇങ്ങനെ ഒരു പ്രൊപ്പഗൻഡ ഉണ്ടാക്കി ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കി വോട്ട് നേടാനാണ് ഇവർ ശ്രമിക്കുന്നത്. അല്ലാതെ ഇത് തികച്ചും മറ്റു രീതിയിലുള്ള ഒരു സംഭവമാണ്, അല്ലാതെ മതപരമായ ഒരു സംഭവമേ അല്ല. നമുക്കറിയാം ഈ രാജ്യത്ത് പാകിസ്ഥാനിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഈ രാജ്യങ്ങളിൽ അവിടെ മുസ്ലിം വിഭാഗങ്ങൾക്ക് അവിടെ ഒരു പീഡനമോ ഒന്നുമില്ല. അവിടെ അവർക്ക് നല്ല സ്വാതന്ത്ര്യമാണ്. അതേസമയം മറ്റു മതവിഭാഗങ്ങൾ 15% ഉണ്ടായിരുന്ന മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് അവിടെ ഇല്ലാതായി 1%, 1.5% വന്നത്. അപ്പൊ അവർക്ക് എവിടെ പോയി ചത്തുപോയോ? അല്ല. അപ്പൊ അത് പല കാരണങ്ങളാൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കുള്ള ഒരു സംരക്ഷണമാണ്. അപ്പൊ അവിടെ മുസ്ലിംസിന്റെ പറയേണ്ട കാര്യമില്ല ഇതിനകത്ത് പറഞ്ഞ. അപ്പൊ പക്ഷെ ഇവരത് ഇവിടെ മറ്റൊരു രീതിയിലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിൽ രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്നുള്ള വളരെ ദോഷകരമായ ഒരു പ്രവൃത്തിയാണ് ഇരു മുന്നണികളും ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാം. വളരെ ലഘൂകരിച്ച് താങ്കൾ അത് പറയുമ്പോൾ ആ തരത്തിലാണോ മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ എന്ന് കൂടി ചോദിക്കണമല്ലോ. ശ്രീ സന്തോഷ് നായർ, ഈ പ്രതിഷേധത്തെ, ഈ വിഷയത്തെ പ്രവാസ ലോകം എങ്ങനെയാണ് കാണുന്നത്? പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾ മുസ്ലിം സമുദായത്തോട് വിവേചനം കാണിക്കുന്നു എന്നുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണല്ലോ ഈ പ്രതിഷേധമൊക്കെ നടക്കുന്നത്. അപ്പോൾ പ്രവാസികൾ പുറത്തുനിന്ന് ഇത് കാണുന്നത്, ഇതിന്റെ ഒരു ഇമ്പാക്ട് കാണുന്നത് ഏത് തരത്തിലാണ്? വളരെ ഉത്കണ്ഠയും അതുപോലെ തന്നെ പ്രതിഷേധാർഹവുമായിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് നടത്തപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തിനെ സംബന്ധിച്ചുള്ള അതിന്റെ ജനാധിപത്യത്തിനും രാജ്യത്തിന്റെയും കറുത്ത ദിനങ്ങളിൽ ഒന്നായിട്ടാണ് 11/3/2024, അതായത് ഇന്നലെ ആ നിയമം വന്നതുവഴി നമ്മൾ കണ്ടിട്ടുള്ളത്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും രാജ്യത്തിന്റെയും മതവിദ്വേഷവും മതനിരപേക്ഷതയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇതുപോലൊരു നിയമനം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ നിയമം കൊണ്ട് മതം, ജാതി, ലിംഗം തുടങ്ങിയവയെ മുൻനിർത്തിയുള്ള വിവേചനങ്ങൾ ഭരണഘടനയുടെ 14ാം അനുച്ഛേദത്തിന് ലംഘനമാണ്. തീർച്ചയായും ഇത് പ്രവാസ സമൂഹം വളരെ ഉത്കണ്ഠയോടുകൂടി പ്രതിഷേധത്തോടു കൂടിയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനാധിപത്യ ബോധം, മതനിരപേക്ഷത, മതേതരത്വം, ജനാധിപത്യ ബോധം ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനൊക്കെ വളരെയധികം ആശങ്ക ഉളവാകുന്ന രീതിയിലുള്ള ഒരു നിയമനിർമ്മാണമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 1955 ആക്ട് അമെൻഡ് ചെയ്തതാണ്. 2009-ലും 2019-ലും അതുപോലെ തന്നെ ഇപ്പൊ 2024 വന്നിരിക്കുക. ഇതിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് തികച്ചും ഒരു മതവിദ്വേഷം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു നിയമനിർമ്മാണമാണ്. ഇത് ഏറ്റവും മാരകമായിട്ടുള്ളതും അതുപോലെ രാജ്യങ്ങളെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണമാണ് ഇത് വന്നിരിക്കുന്നത്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട്, അതായത് ഗ്രീക്കിലെ പുരാണമായ ഇലിയഡ് എന്ന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആ പുസ്തകത്തിനകത്ത് വളരെ വ്യക്തമായി ഹോമർ ചിത്രീകരിച്ചിട്ടുണ്ട് ട്രോയ് നഗരത്തിന്റെ നാശം. അതുപോലെ തന്നെ ഭയാനകമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ത്യയുടെ ഭരണകൂടം കടന്നു പോകുന്നതും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും അതുപോലെ തന്നെ സാമൂഹികമായ എല്ലാ പ്രതിബദ്ധതയും തകർക്കുന്ന ഒരു നിയമമാണ് ഈ CAA എന്ന് പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് അല്ലെങ്കിൽ പൗരത്വ ബില്ല് എന്ന രീതിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അതിലെ പ്രവാസ സമൂഹം വളരെ ഉത്കണ്ഠാജനകമായും പ്രതിഷേധാർഹമായും അതുപോലെ ഭയാനകമായ ഒരു രീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. അല്ല, അതാണ് ചോദ്യം. ഞാൻ ആ പോയിന്റിലേക്ക് വരാം. താങ്കൾ അതിന്റെ പ്രതിഷേധാർഹവും ചരിത്രമെല്ലാം പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് ചോദിക്കാം. പ്രതിഷേധമാകുമ്പോൾ എങ്കിലും സംയുക്തമായിട്ട് ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കണ്ടേ എന്ന് സ്വാഭാവികമായിട്ടും പൊതുജനം ചോദിക്കും. അത് ഇടതാണെങ്കിലും വലതാണെങ്കിലും ഒരുമിച്ച് ഒരു പ്രതിഷേധം നിയമസഭയിൽ പ്രമേയം പാസാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിനുള്ള സാധ്യത എവിടെയെങ്കിലും പ്രവാസ ലോകമെങ്കിലും കാണുന്നുണ്ടോ? കുറഞ്ഞപക്ഷം അങ്ങനെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും ഇതൊരു, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ ജനാധിപത്യ ബോധത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു റൈറ്റ് ഓഫ് വർഷിപ്പ് അല്ലെങ്കിൽ റൈറ്റ് ടു സ്പീച്ച് ഇങ്ങനെയൊക്കെയുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് 21ാം അനുച്ഛേദത്തിലും 19ലും ഒക്കെ പറയുന്ന അതിന്റെ എല്ലാം ലംഘനമാണ്. ഇതിന് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് എതിർക്കപ്പെടേണ്ടതാണ്. മുമ്പേ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തെ പ്രതിഷേധം ഈ അക്രമാസക്ത രീതിയിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, അത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഈ വാക്കുകളിൽ ഇതൊക്കെ പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. അതാണോ ഇവിടെ നടക്കുന്നത്? ആ രീതിയിലുള്ള ഒരു സംയുക്ത പ്രക്ഷോഭത്തിനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു കലാപം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയല്ലോ, ആ പ്രതിഷേധമല്ല ഞാൻ ഉദ്ദേശിച്ചത്. രാഷ്ട്രീയപരമായി ശ്രീ സന്തോഷ് ഞാൻ ഒന്നുകൂടെ ചോദിക്കുന്നത്, രാഷ്ട്രീയപരമായി കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഇടത് വലത് കക്ഷികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യത എവിടെയെങ്കിലും ഉണ്ടോ? ആ തരത്തിലുള്ള ഒരു ചിത്രമല്ല കേരളത്തിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം നൽകാനുള്ളത്. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല പ്രതിഷേധം എല്ലായിടത്തും ഉണ്ട് രാജ്യത്ത്. ഞാൻ തിരികെ എത്താം. ശ്രീ അൻകുമാർ,
ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പ്രതിഷേധം രാഷ്ട്രീയപരമായിട്ട് അത് നടക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? BJP-യെ പരസ്പരം ആക്രമിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ ഇത് ജനങ്ങളിലേക്ക് മുന്നിലെത്തിക്കാൻ ഇതാ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു സംയുക്ത പ്രക്ഷോഭത്തിലേക്ക് നടക്കുകയാണ്, അതിലൊരു യോജിപ്പോടു കൂടിയാണ് നിൽക്കുന്നത് എന്നൊരു സന്ദേശം നൽകാൻ ഇടതിനോ വലതിനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. BJP-യെ ആക്രമിക്കുക ആ രീതിയിൽ പറയുമ്പോഴും മറുവശത്ത് നിൽക്കുന്നവർക്ക് ഈ വിഷയത്തിനകത്ത് ആത്മാർത്ഥതയില്ല എന്ന രാഷ്ട്രീയം ഉയർത്തി നിൽക്കുക. തെരഞ്ഞെടുപ്പാണ്, മനസ്സിലാക്കാം. എങ്കിലും പോലും ഈ ഒരു സാഹചര്യത്തിൽ സംയുക്തമായി നിൽക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നില്ലേ? നമസ്കാരം അപർണ. കൃത്യമാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ദുരന്തം വരുമ്പോൾ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പ്രളയം വന്നപ്പോൾ കേരളം അത് അനുഭവിച്ചതാണ്. അത് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? തെരഞ്ഞെടുപ്പിനേക്കാളും മുഖ്യം ഇത്തരം ഒരു ദുരന്തങ്ങളല്ലേ. നമ്മുടെ ഭാവി ജീവിതത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കുള്ളൂ. കാരണം ചോദിച്ച പോലെ പൗരത്വം ചെലവാകുമോ എന്ന് ചോദിച്ചപ്പോൾ നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നത് അത് ചെലവാകും എന്ന് തന്നെയാണ്. കാരണം മതം എല്ലാ മേഖലകളിലും കടന്നു വന്നൊരു സാഹചര്യത്തിൽ മതത്തിന്റെ പേരിൽ എന്തും ചെലവാകുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ ഈ പൗരത്വം അത് മതം തന്നെയാണ്, മതത്തിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. മിസ്റ്റർ രമേശ് പറഞ്ഞതിൽ ചിലൊരു വ്യത്യാസമുണ്ട്. 2014 കട്ട് ഓഫ് ഡേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റിലീജിയസ്ലി പെർസിക്യൂഷൻ നേരിടുന്ന 6 മതവിഭാഗങ്ങൾ ഒഴിവാക്കിയപ്പോഴും ഇവിടെ നിലനിൽക്കുന്ന ഇന്ത്യൻ പൗരന്മാര് രേഖകൾ ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ കാണിച്ചാൽ മാത്രമേ അവർക്ക് പൗരത്വം അവരുടെ വാലിഡ് ആവുള്ളൂ എന്നുള്ളൊരു ക്ലോസ് കൂടി ഉണ്ടായി. അപ്പോൾ NRC-യുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് ഒരു സിമ്പിളായിട്ട് ഒരു ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയല്ല, ഭാവിയിലേക്ക് കൂടി നോക്കിക്കണ്ട് തന്നെ ഇതിനെ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് ഇതിൽ ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും ഒരുമിച്ച് തന്നെ നിൽക്കേണ്ടി വരും. അതായത് ഭയപ്പെടാൻ പോകുന്നത് പോലെ ഏക സിവിൽ കോഡിലേക്ക് ഉള്ള ഒരു ചവിട്ടുപടിയായി തന്നെ ഇത് കണക്കാക്കണം എന്ന് കൂടി കരുതുന്നു നിങ്ങൾ? അതെ, അത് നമ്മുടെ അനന്തകുമാറിന്റെ പ്രസ്ഥാനം വന്നു കഴിഞ്ഞില്ല. ഭരണഘടന ഭേദഗതിക്ക് ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. 400 സീറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഭരണഘടന ഭേദഗതി ചെയ്യും. ഒരു പക്ഷേ ഒരു പ്രസിഡൻഷ്യൽ ഭരണ രീതിയിലേക്കോ അല്ലെങ്കിൽ മതാത്മക രാഷ്ട്രത്തിലേക്കോ മാറാൻ സാധ്യതയുണ്ട്. അതൊക്കെ മുന്നിൽ കാണണം. കാരണം ഇത് ചെറിയ സ്റ്റെപ്പുള്ള ഇപ്പോ രാമജന്മഭൂമി എത്രയോ വലിയ പ്രശ്നമായിട്ട് വന്ന നമ്മളത് അംഗീകരിക്കപ്പെട്ടു. നമ്മൾ അതിന് വേണ്ടി അനിൽ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. സ്വാഭാവികമായിട്ടും അവിടെ തന്നെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതാ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നു എന്നാണ് ലീഗ് പറഞ്ഞിരിക്കുന്നത്. അത് രാഷ്ട്രീയമായി മാത്രമാണോ നിങ്ങൾ കാണുന്നത്? ആ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിലുള്ള ഒരു അൺസർട്ടനിറ്റി കുറഞ്ഞപക്ഷം നിൽക്കുന്ന ആ രാജ്യത്ത് തന്നെ ഉണ്ടാവുന്ന സഹപ്രവർത്തകർ സുഹൃത്തുക്കളുടെ ഒക്കെ ഭാഗത്ത് നിന്ന് ആ ആശങ്ക പ്രതിഫലിച്ച് നിങ്ങൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ കേരളത്തിലെ സാഹചര്യമല്ല, നമ്മൾ ഒരു ഇന്ത്യൻ സാഹചര്യം എടുത്താൽ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഭയങ്കര ഒരു പേടി ഉണ്ട്. മാത്രമല്ല, ഞാനിപ്പോൾ അബുദാബിയിലാണ് നിൽക്കുന്നത്. അബുദാബിയിൽ അടുത്ത കാലത്ത് ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇവിടുത്തെ ഒരു ഗവൺമെന്റ് ആ ടോളറൻസ് എന്നുള്ളതിന് കൊടുക്കുന്ന ഒരു പ്രാമുഖ്യം അല്ലെങ്കിൽ അതിനെങ്ങനെ ഒരു റിലീജിയസ് ഹാർമണി എങ്ങനെ അഡ്രസ് ചെയ്യുന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ജീവിക്കുന്നത് 24-ാം നൂറ്റാണ്ട്. നമ്മൾ സയന്റിഫിക് ടെമ്പറും ഒക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് നിലവിൽ വന്നൊരു രാജ്യമാണ്. നെഹ്റു പറഞ്ഞത് ആധുനിക ഭാരതത്തിന്റെ ആരാധനാലയങ്ങൾ അണക്കെട്ടുകളും വ്യവസായശാലകളുമാണെന്ന് പറഞ്ഞ ഇന്ന് 75 വർഷത്തിന് ശേഷം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? നമ്മളൊരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുന്നത് മതം വെച്ച് മാത്രമാണ്. മതം മാത്രമാണ് ഇതിലെ വിഷയങ്ങൾ വരുന്നത്. ഇത് ദുരന്തമല്ലേ? നമ്മൾ ജനാധിപത്യപരമായിട്ട് നമ്മൾ പക്വത നേടിയില്ല. ആ ഒരു ഇതിൽ ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. കോൺഗ്രസിനും ഇതിൽ പങ്കുണ്ട്, അത് നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഇത് 60 കൊല്ലം ഭരിച്ചിട്ടും ജനാധിപത്യപരമായിട്ട് മൂല്യങ്ങളിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ BJP അത് കൊയ്തെടുക്കുകയാണ്. അതിന്റെ കോൺഗ്രസ് ഭരിച്ചതിന്റെ ആ ഫലങ്ങളൊക്കെ BJP കൊയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ തിരികെ എത്താം. ശരി, ഞാൻ തിരികെ എത്താം. ശ്രീ അനിൽകുമാർ, ആ ഒരു പോയിന്റ് ഉണ്ട്. ശ്രീ രമേശ് മാണിക്കോത്ത്, കൂടുതൽ വർഗീയവൽക്കരണത്തിലേക്ക് BJP സർക്കാർ നീങ്ങുന്നു എന്നൊരു ഇമേജ്, അങ്ങനെ ഒരു പ്രതിച്ഛായ കുറഞ്ഞപക്ഷം ഇന്ത്യക്ക് പുറത്തെങ്കിലും ഉണ്ടാകില്ലേ? പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന ആരോപണം, അതെത്ര വിമർശനങ്ങളാണെന്ന് ഈ പ്രതിഷേധത്തെ തള്ളിക്കളയുമ്പോഴും ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അതിലൊരു കമ്മ്യൂണിറ്റി ഒറ്റപ്പെടുന്നു എന്നുള്ള ഒരു പൾസ് ഉണ്ട്. അത് പുറത്ത് ജീവിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസ സമൂഹത്തിലും ആ ആശങ്ക പടരുന്നു എന്ന് തന്നെയല്ലേ ശ്രീ അനിൽകുമാർ പറയുന്നത്? അത് പരിപൂർണമായിട്ട് നിങ്ങൾ നിഷേധിക്കുന്നു? ഇതില് അനിൽകുമാർ പറഞ്ഞ ഒരു കാര്യത്തില് നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതൊന്നും ആവശ്യമില്ല. 5-6 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ മതി. ഇനി അത് കാണിക്കാൻ പറ്റില്ല, നിങ്ങൾ
മാതാപിതാക്കൾ അവരുടെ ഏതെങ്കിലും ഒരു ഇനി ഇതും പറ്റുന്നില്ല, നിങ്ങൾക്ക് ആ സ്ഥലത്തുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ കൗൺസിലർമാരുടെ അവരുടെ ഒരു സാക്ഷ്യപത്രം ഇത്രയും വേണ്ടു, വേറൊന്നും വേണ്ട ഇതിനകത്ത്. പിന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. മതപരമായിട്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ ഈ ഒരു തരത്തിലും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പഞ്ചാബ്, ജമ്മു കാശ്മീർ ഇങ്ങനെയുള്ള ഈ ഇതിനുമായിട്ട് വെസ്റ്റ് ബംഗാൾ പോലുള്ള അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു തരത്തിലും ബാധിക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കേരളത്തിലാണ്. അതാണ് രാഷ്ട്രീയം, അതാണ് വർഗീയത. അപ്പൊ ഒരു വിഭാഗത്തെ, ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ ഭീതിയുടെ നിഴലിൽ നിർത്തിക്കൊണ്ട് ഇതിങ്ങനെ പൊലിപ്പിച്ച് നിർത്തിയിട്ട് വോട്ട് നേടുക എന്നുള്ള ഒരു ഉദ്ദേശം നമുക്കറിയാം. കഴിഞ്ഞ പക്ഷെ പ്രതിഷേധം കേരളത്തിൽ മാത്രമല്ലല്ലോ, വലിയ പ്രതിഷേധങ്ങളൊക്കെ അസമിലൊക്കെ മുമ്പ് ഉണ്ടായതാണ്, ഇപ്പോഴും ഉണ്ടാകുന്നു. ആ രീതിയിലേക്ക് ഇന്ത്യ മുഴുവൻ ആ പ്രതിഷേധം പടരുക. എങ്ങനെയാണ് ഒരു 4 വർഷം മുൻപ് ഉണ്ടായത് പ്രതിഷേധം, ഷഹീൻബാഗ് തൊട്ട് എങ്ങനെ ഉണ്ടായി, അത് വീണ്ടും ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ മുത്തലാഖ് നിയമം വന്നപ്പോ ഇവരെന്താ പറഞ്ഞത്? ഭയങ്കരമായ പ്രശ്നമാണ്, ഒരു പ്രശ്നങ്ങളുമില്ല. മുസ്ലിം സ്ത്രീകൾ അത് ആക്സെപ്റ്റ് ചെയ്ത വളരെ സന്തോഷത്തോടുകൂടി അതെങ്ങനെ താരതമ്യപ്പെടുത്താൻ കഴിയും? അതിനകത്ത് പോലും ആ താരതമ്യപ്പെടുത്തലിൽ ഒരു പ്രശ്നമില്ലേ ശ്രീ രമേശ് മാണിക്കോത്ത്? അല്ല, ഞാൻ താരതമ്യപ്പെടുത്തിയല്ലേ, ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഈ രണ്ട് കക്ഷികളും ചെയ്യുന്ന വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇവിടെയുള്ള ഈവൻ ഞാൻ പറഞ്ഞില്ല, മറ്റ് ഈ 3 രാജ്യങ്ങളിൽ അവരുമായിട്ട് ഇവിടെ വന്ന് അനധികൃതമായി താമസിക്കുന്നവരെ തിരിച്ചേക്കാൻ അങ്ങനെ ഒരു നിയമമില്ല. ആരും തിരിച്ചേക്കാൻ പറ്റില്ല, ഒരാളെ പോലും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. എല്ലാവരും ഇവിടെ ഉണ്ടാവും. പിന്നെ ഇവരിവിടെ ഒരു പ്രചരണം ഉണ്ടാക്കിയിട്ട് അതിൽ നേട്ടം കൊയ്യാൻ ശ്രമിക്കുകയാണ്. അത് തികച്ചും തെറ്റാണ്. ആ രീതി തന്നെ ഇവിടെ മാറ്റണം. അല്ല, അതാണ് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. കേരളത്തിലെ വിഷയം മാത്രം എടുത്താൽ മതി. ഇടതും വലതും ഒരുപോലെ ഈ വിഷയത്തിനെതിരായി നിൽക്കുന്നു. കേരളത്തിലുള്ള മുസ്ലിം സമുദായം ലീഗ് ഇതിന് സ്റ്റേയുമായി സുപ്രീം കോടതിയിലേക്ക് ഹർജിയുമായി പോകുന്നു. മുസ്ലിം സമുദായം ആ രീതിയിലുള്ള പരാമർശം ഉയർത്തുന്നു. കേരളത്തിൽ കുറഞ്ഞ പക്ഷം BJPക്ക് ഇതൊരു തിരിച്ചടി ഉണ്ടാക്കില്ലേ? അല്ല, ഇത് രാഷ്ട്രീയമായ തിരിച്ചടി ഉണ്ടാവുമോ ലാഭം ഉണ്ടാവുമോ എന്ന് ഞാൻ പറഞ്ഞില്ല. അത് കണക്കാക്കിയിട്ടല്ല ഇത് ഉണ്ടാക്കിയത്. ഇത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, അത് നടപ്പിലാക്കുന്നത്, അത്രേ ഉള്ളൂ. അത് പിന്നെ ലേറ്റ് ആയിട്ട് നടപ്പാക്കി. അല്ലാതെ ഇതിൽ ഒരു ഭരണം തിരിച്ചടി ഉണ്ടാവുമോ ലാഭം ഉണ്ടാവുമെന്നോ കണക്കാക്കിയിട്ടൊന്നുമല്ല. അത് ഇവര് ആ രീതിയിലാണ് കണക്കാക്കുന്നത്, അവർ കണക്കായിക്കോട്ടെ. സോറി, അത് നമുക്ക് വിഷയമല്ല. എന്നോട് ക്ഷമിക്കണം. എനിക്ക് മുഴുവനായി ഈ പ്രോഗ്രാമിൽ ഇന്നത്തെ ഡിബേറ്റിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ എന്നോട് ക്ഷമിക്കണം. ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, തീർച്ചയായിട്ടും. ശ്രീ സന്തോഷ് നായർ, വളരെ പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് എന്ത് ചെയ്തു എന്നുള്ള ഒരു ചോദ്യം ഇതിനകത്തുണ്ട്. ഇത്ര കാലം ഭരിച്ചിട്ട് കോൺഗ്രസ് എന്താണ് ചെയ്തത്? പാർലമെന്റിൽ കോൺഗ്രസ് നിയമ ഭേദഗതിക്കെതിരെ ഒരക്ഷരം പോലും ശബ്ദിച്ചില്ല എന്നുള്ള വിമർശനം CPMന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ട് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതാണ് ചോദിക്കുന്നത്. ലീഗിനെ പോലും വഞ്ചിച്ചുകൊണ്ട് ആത്മാർത്ഥതയില്ലായ്മ കാണിച്ച കോൺഗ്രസിന് എങ്ങനെയാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ കഴിയുക എന്ന് ഇടതുപക്ഷം ചോദിക്കുന്നുണ്ട്. അപർണ, അതൊരു ചോദ്യം തന്നെ, ഒരു വല്ലാത്തൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യ എന്ന രാജ്യത്തില് കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തരമായിട്ടുള്ള എല്ലാ രംഗങ്ങളിലും ഇന്ത്യ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിനെന്ത് തർക്കമാണുള്ളത്? ഇത് തന്നെ ഈ നമ്മുടെ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലും 3 രാജ്യങ്ങളിൽ നിന്ന് മാത്രമുള്ള 6 വിഭാഗം ആളുകള് ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാമെന്ന് പറയുന്നു. അവിടെ തന്നെ പീഡനം അനുഭവിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. ആ മുസ്ലിങ്ങൾക്ക്, ഷിയ മുസ്ലിങ്ങള്, അതുപോലെ മറ്റു ജാതിക്കാരുണ്ട്. അവർക്കൊന്നും പ്രതിപക്ഷം ഈ പറയുന്ന ബില്ല് ബാധകമല്ല എന്ന് പറയുന്നു. ഇതിനെ ശക്തമായി 1955 മുതൽ കഴിഞ്ഞ 69 വർഷക്കാലമായി ഈ ബില്ലുമായി ബന്ധപ്പെട്ട് അതിന്റെ എല്ലാവരുടെ പ്രവർത്തനങ്ങളും ശക്തമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി. ആ കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനകത്തൊന്നും പങ്കെടുത്തിട്ടില്ല എന്ന് പറയാൻ എനിക്ക് മനസ്സിലായത്. കേരളത്തിനകത്തുനിന്ന് പോലും ആ വിമർശനം വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞ ശ്രീ സന്തോഷ് കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നു, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ രീതിയിൽ ഒരു പ്രതിഷേധത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യമാണ്. സംയുക്തമായിട്ടൊരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ ഇടത് വലത് കക്ഷികൾക്ക് കഴിയുകയില്ല എന്നുള്ളൊരു ചിത്രമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്നത്. അങ്ങനെ ആ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ ജയിക്കുന്നത് സ്വാഭാവികമായിട്ടും BJP തന്നെയായിരിക്കും. ഹലോ, ശ്രീ സന്തോഷ് നായർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് ബ്രേക്കായി. തീർച്ചയായും ചോദിച്ചാണ് ഇടയ്ക്ക് ബ്രേക്ക് വന്നു.
അല്ല, ഞാൻ ചോദിച്ചത് ജയിക്കുന്നത് BJP തന്നെ ആയിരിക്കും. ഇടത് വലത് കക്ഷികൾ പരസ്പരം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്താണല്ലോ ഈ ബില്ല് ഇവർ പാസ്സാക്കി എടുത്തത്. അത് ഒരു പരാജയ ഭീതി പൂണ്ട BJP ഇന്ത്യയിലെ വർഗീയ ധ്രുവീകരണം നടത്തുവാനും രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പ് നടത്താൻ സാങ്കേതിക വിഷയങ്ങൾ അദ്ദേഹത്തിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. ശ്രീ അനിൽകുമാർ, ഒറ്റ കാര്യം കൂടി താങ്കളോട് ചോദിക്കാനുള്ളത്, ഇടത് നിരീക്ഷകൻ എന്ന തരത്തിൽ ഇതിനകത്ത് വിമർശിക്കപ്പെടുന്നത് കോൺഗ്രസ് മാത്രമല്ല, ഇടതുപക്ഷവുമുണ്ട്. പിണറായി സർക്കാർ വിമർശിക്കപ്പെടുന്നുണ്ട്. സമരത്തിനൊപ്പം നിൽക്കുക, CAA പ്രക്ഷോഭത്തിനൊപ്പം നിൽക്കുക, എന്നിട്ട് പ്രക്ഷോഭകർക്കെതിരെ കേസെടുക്കുക. ആ കേസെടുത്ത കേസുകളിൽ 835 പേർക്കെതിരെ അന്ന് കേസെടുത്തു. അതിലൊരു ഗുരുതരമായിട്ട് ക്രിമിനൽ സ്വഭാവമുള്ള ഒരു 103 കേസുകൾ കോടതിയിലേക്ക് വിട്ടു, പാർട്ടിയും മുഖ്യമന്ത്രിയും ചേർന്നു. അപ്പോഴും പിൻവലിച്ചത് 63 കേസുകൾ മാത്രമാണ്. അതായത് പിൻവലിക്കാൻ ഇനിയും ഒരുപാട് കേസുകൾ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കേസുകളൊന്നും പിൻവലിക്കാത്ത പിണറായി സർക്കാർ, ഇടത് സർക്കാർ ഇരട്ടത്താപ്പ് കാണിക്കുന്നു. അതിൽ ഒരാത്മാർത്ഥതയും ഇടതുപക്ഷം കാണിക്കുന്നതില്ല എന്നുള്ള വലിയ വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അല്ല, അതിന് നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ സാങ്കേതികമായ കാരണങ്ങളുണ്ടാവും. കാരണം ഒരിക്കലും ഇതിന്റെ പേരിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ ആയിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ ഒരു നിലപാടെടുക്കാൻ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് കഴിയില്ല. ഇടതുപക്ഷം ഒരുപക്ഷെ പരാജയപ്പെട്ടു എന്ന് പറയുന്നത് നമ്മൾ മതത്തെയും ജാതിയെയും അഡ്രസ് ചെയ്യുന്നതിൽ പറ്റിയ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ച് കാലം മുമ്പ് തന്നെ ഉണ്ടായിരുന്നത്. കാരണം ഇപ്പോഴത്തെ ഇതില് പക്ഷെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 2019 ഇത് വന്നത് കോവിഡിന് മുമ്പായിരുന്നു. അന്ന് രാജ്യം സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തായിരുന്നു ഈ ഒരു ഇഷ്യൂ പൊന്തി വന്നത്. ഇപ്പൊ നോക്ക്, ഇപ്പൊ ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രശ്നം വരുമ്പോൾ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇത് രാജ്യത്തിന്റെ ഭാവിയോ രാജ്യസ്നേഹമൊന്നും അല്ല ഇതിൽ വരുന്നത്. ഇതിൽ താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു ഭരണകൂടം ഇതുകൾ കളിക്കുന്ന കളികൾ അതാണ് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യം എനിക്ക് തോന്നുന്നു അഡ്രസ് ചെയ്യേണ്ടത്. കാരണം ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിപ്പോ BJP നടപ്പാക്കി എന്ന് പറയുന്ന അവരുടെ എന്തൊക്കെയായിരുന്നു, രാമജന്മഭൂമി, ആർട്ടിക്കിൾ 370, ഇപ്പോ CAA, NRC, ഇതൊക്കെയാണ് ഇവരുടെ ഭരണ നേട്ടങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടോ? ഇവിടെ പൊതുമേഖലാ സാധനങ്ങൾ വിറ്റഴിക്കുന്നു. ഒരു കോടീശ്വരൻ ഇങ്ങനെ ഒരുപാട് കോടികൾ സമ്പാദിച്ചുകൊണ്ട് കേസുകൾ ഉണ്ടായിട്ട് പോലും അതുപോലും അന്വേഷിക്കാതെ കൃത്യമായിട്ട് ഇവിടെ സെബിയും മറ്റുള്ള ഇതുകളൊക്കെ കണ്ണടച്ച് ആ മുതലാളിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊന്നും ഇവിടെ ഒരു വിഷയമാകുന്നില്ല. അല്ലെങ്കിൽ കോൺഗ്രസിനൊന്നും ഇതൊന്നും ടേക്കപ്പ് ചെയ്യാൻ കഴിയുന്നില്ല ഇത്തരം വിഷയങ്ങൾ. അവര് BJPയുടെ കെണിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഈ രാമജന്മഭൂമിയും ഈ CAA ഒക്കെ ആയിട്ട് വീണ്ടും ചർച്ചകളിലേക്ക് വരുമ്പോൾ യഥാർത്ഥ വസ്തുതകളിലേക്ക് എന്തുകൊണ്ട് കോൺഗ്രസിന് ഇപ്പൊ നമ്മൾ ആൾ ഇന്ത്യ ലെവലിൽ എടുക്കുമ്പോൾ കോൺഗ്രസ് ആണല്ലോ മുഖ്യ പ്രതിപക്ഷം, ഇടതുപക്ഷം ചുരുങ്ങിയതിലുള്ളൂ എന്ന് വെക്കാം. എന്തുകൊണ്ടപ്പോ കോൺഗ്രസിന് അത് കഴിയുന്നില്ല? ഈ BJPയുടെ കെണിയിൽ എന്തുകൊണ്ട് വീഴുന്നു? അവർ ഇപ്പൊ നോക്കുക, കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ പല കോൺഗ്രസ് നേതാക്കളും ഒരു എന്താ പറയാ, BJPയുടെ ഒരു ലൈറ്റ് വെർഷനായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അവര് മൃദു ഹിന്ദുത്വ നിലപാടുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അവർ കൺഫ്യൂഷനിലാണ് കോൺഗ്രസ്. അവർക്ക് ഏത് വിഷയത്തിന് അവർ എടുക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ട് കോൺഗ്രസിന്. ഇപ്പോഴും മൃദു ഹിന്ദുത്വം എടുക്കണോ അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് എടുക്കണോ, നിഷ്പക്ഷമായിട്ട് നിന്നാൽ വോട്ട് പോകുമോ, ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷനിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ആ കോൺഗ്രസ് ആ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ യഥാർത്ഥ ജനങ്ങളുടെ പ്രശ്നം, ഇവിടുത്തെ ദളിത് ആദിവാസി പ്രശ്നങ്ങൾ കോൺഗ്രസ് ഇതുവരെയായിട്ടും സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? ഇവർക്ക് അതിനൊന്നല്ല. ഇവർ എവിടെ വോട്ട് കാണും, താൽക്കാലികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാവോ അവിടെ മാത്രമാണ് ഇവർക്ക്. ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും കോൺഗ്രസ് നടക്കുന്നില്ല. ആൾമോസ്റ്റ് ഡെഡ് ആയി കഴിഞ്ഞു. ഇപ്പൊ UP-യിലൊക്കെ എനിക്ക് തോന്നുന്നു വെങ്കടേഷ് രാമകൃഷ്ണന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, കോൺഗ്രസിന്റെ ഓഫീസുകളിലൊന്നും ആളില്ല. അവര് പറഞ്ഞു ഞങ്ങൾക്ക്. അല്ല ശ്രീ അനിൽകുമാർ, അങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ വലിയ പ്രശ്നമുണ്ട്. ഒരു വശത്ത് നിൽക്കുന്നത് BJP ആണ്, മറുവശത്ത് നിൽക്കുന്നത് കോൺഗ്രസ് എന്നോ CPM എന്നോ ഇടതുപക്ഷമെന്നോ വേർതിരിക്കുന്നില്ല. ഇന്ത്യ സഖ്യമാണ്. സ്വാഭാവികമായിട്ടും ആദ്യം കാശ്മീരിലെ പ്രത്യേക അധികാരം എടുത്തു കളയുക, അതിനുശേഷം അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് വരിക, പിന്നീട് ഇപ്പോൾ CAA-യിലേക്ക് കടക്കുക, ഇനി ബാക്കിയുള്ളത് സിവിൽ കോഡാണ്. BJP എന്തെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ, നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അതെല്ലാം
ഞങ്ങളിതാ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നവർക്ക് പറയാൻ കഴിയുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ, പ്രതിഷേധം പോലും ശക്തമായി ഐക്യത്തോടെ കൊണ്ടു നടക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോഴും ജയിക്കുന്നത് BJP ആണ്. അതാണ് BJPക്ക് നല്ല സാമ്പത്തികമായിട്ടുള്ള മുതലാളിമാരുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. കോൺഗ്രസിന് ഇപ്പോൾ ഭരണമില്ലാത്തതുകൊണ്ട് അവർക്ക് സാമ്പത്തികമില്ല. സംഘടനാ സെറ്റപ്പ് ഉണ്ട്, കേഡർ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് അവർ ശരിക്കും ആ ഗ്രാസ് റൂട്ട് ലെവലിൽ കേരളത്തിൽ മാത്രമേ ചെലവാകേണ്ടുള്ളൂ, ബാക്കി എല്ലാ മേഖലകളിലും. അതായത് ഇന്ത്യൻ മധ്യവർഗം അത് വർഗീയതയ്ക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. കാരണം ഷെയർ മാർക്കറ്റുകളിലേക്ക് നോക്കേണ്ടിയിരിക്കുന്ന ഒരു വർഗമുണ്ട് ഇന്ത്യയിൽ. അത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ദുരന്തം അതിൽ മതമില്ല എന്നുള്ളതാണ്. ഈ ഷെയർ മാർക്കറ്റിന്റെ ഉയർച്ചയെ നോക്കി ആശ്വസിച്ച് നെടുവേർപ്പെടുന്ന കുറെ ആളുകളുണ്ട്, BJPക്ക് വോട്ട് ചെയ്യുന്ന അവരുണ്ട്. പിന്നെ അക്ഷരാഭ്യാസമില്ലാത്ത കുറെ ആൾക്കാരും കൂടി ഇതിനെ തീവ്രമായിട്ട് എടുത്തിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, തീവ്രമായിട്ട് വർഗീയമായിട്ട് പ്രവർത്തിക്കുന്ന കുറെ ഒരു ഗ്യാങ് ഉണ്ട്, ഒരു കേഡർ സെറ്റപ്പ് ഉണ്ട് ഇവർക്ക്. അതിനെ അഡ്രസ് ചെയ്യാൻ കോൺഗ്രസിന് കഴിയില്ല ഇപ്പൊ തൽക്കാലത്ത്. കാരണം ആ ഒരു മതേതരത്വവും ഗാന്ധിസവും ഒക്കെ ഇപ്പോഴും കുറെ ചോരയിൽ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു വിഷയം അങ്ങനെ അഡ്രസ് ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് കോൺഗ്രസ്. ഏതായാലും പ്രതിഷേധം ഒരു വശത്തും നടക്കുമ്പോൾ അത് സംയുക്തമായിട്ട് ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാൻ കഴിയുമോ എന്ന ചോദ്യം കൂടിയാണ് ചോദിച്ചത്. ഒരു കാര്യം വ്യക്തമാണ്, ഈ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശക്തമായ പ്രചാരണ വിഷയമായി മാറും എന്നുള്ളത് തർക്കമില്ല. പ്രവാസ ലോകത്തുള്ളവരും ഈ സംഭവ വികാസങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുകൂടി പാനലിസ്റ്റുകൾ ന്യൂസ് 18 ഈ ചർച്ചയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. പ്രേക്ഷകരോട് ചോദിച്ചു, BJP നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണോ ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് 49%, അല്ല എന്ന് 51% പ്രേക്ഷകരാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമാകിയ ചർച്ച വളരെയധികം നന്ദി രമേശ് മാണിക്കോത്ത്, അഡ്വക്കേറ്റ് സന്തോഷ് നായർ, ഒപ്പം അനിൽകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. നമസ്കാരം.